അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിലെ ഏറ്റവും പവിത്രമായ ദിവസമാണ് റജബ് 27-ാം രാവ്. നമുക്കൊക്കെ അറിയുന്നതുപോലെ തന്നെ ആരംഭപ്പൂവായിരിക്കുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് നടത്തിയ രാവാണ് റജബ് 27-ൻ്റെ രാവ്. ഈ വർഷത്തെ റജബ് 27-ാം രാവ് ബുധനാഴ്ചയും വ്യാഴാഴ്ച പകലിൽ നോമ്പനുഷ്ഠിക്കലും പ്രത്യേകം സുന്നത്താണ് എന്ന് ഷാഫിഈ മദ്ഹബിലെ എല്ലാ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബലമായ ഒരു ഹദീസ് അതിന് തെളിവായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യയിലും ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ അവിടുത്തെ ഉന്നത്ത് എന്ന് പറയുന്ന പ്രബലമായിരിക്കുന്ന കിതാബിലും ഈ ഹദീസ് കൊണ്ടുവന്നത് നമുക്ക് കാണാൻ കഴിയും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നത് കാണാം, മൻ സ്വാമ യൗമ 27 മിൻ റജബ് കതബല്ലാഹു ലഹു സിയാമ 60 ശഹ്റ. ആരെങ്കിലും റജബ് മാസത്തിലെ 27-ൻ്റെ പകലിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു, അല്ലാഹു തആല അവനിക്ക് എഴുതപ്പെടുന്നതാണ് സിയാമ 60 ശഹ്റ, 6 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ് അവനിക്ക് എഴുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രബലമായ മഹത്തായ സുന്നത്തായ റജബ് 27-ലെ സുന്നത്ത് നോമ്പ് നാം നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ വേണ്ടി നാം തയ്യാറാകുക. അള്ളാഹു നമുക്ക് മുത്തുനബി പഠിപ്പിച്ച ഈ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. മഹദിയായിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ത്യനാളിൽ എല്ലാവരും ദാഹിച്ച് വലയുന്ന സമയത്ത് അമ്പിയാക്കളും അമ്പിയാക്കളുടെ കുടുംബവും അതുപോലെ തന്നെ റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചവരും ആ ദാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കുമെന്ന് മഹദി ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വലിയ പ്രതിഫലമുള്ള ശ്രേഷ്ഠതയുള്ള നോമ്പാണ് റജബ് 27-ൻ്റെ നോമ്പ്. ആ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് വ്യാഴാഴ്ച പകലിലാണ്. നാം ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഈ ചെറിയ അറിവിനെ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക.